ലാസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തെടുത്ത് തന്നെ തുടങ്ങാം അല്ലേ. ഗ്രാജുവലി എനിക്ക് CVസിനൊക്കെ റെസ്പോൺസ് വന്നു തുടങ്ങി. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. വന്നതൊക്കെ ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയതുകൊണ്ട് ഒരുപാടെണ്ണം എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. തിരിച്ചിവിടെ വന്നതിന് ശേഷം അവരെയൊക്കെ കോൺടാക്ട് ചെയ്തപ്പം വേക്കൻസീസ് ഒക്കെ ഫില്ലായി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. നിയർ ബൈ ആയിട്ടൊരു ക്ലിനിക്കിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. എൻ്റെ പേപ്പർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്തു. നോർമലി 1 to 2 മന്തിൽ കംപ്ലീറ്റ് ആവേണ്ട ലൈസൻസിൻ്റെ പ്രൊസീജിയർ എനിക്ക് 3 മന്തോളം എടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആവാനായിട്ട്. അതും കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു 1 മിനിറ്റിൽ തീരുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു കേട്ടോ അത്. ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഞാനീ പറയുന്നതൊക്കെ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്ന് വെച്ച് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ ആയിരിക്കണം എന്നല്ല. ഒട്ടും ടെൻഷൻ ഇല്ലാതെ എല്ലാ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറിയ ആൾക്കാരുണ്ടാവാം. ഇതിലും സ്ട്രഗിൾ ചെയ്തിട്ട് ജോലി കിട്ടിയ ആൾക്കാരുണ്ടാവാം. ഇതിൻ്റെ 4 ഇരട്ടി ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. റിപ്പീറ്റായിട്ട് എനിക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് BVOC MLT അല്ലെ BSSന് സ്കോപ്പ് ഉണ്ടോ എന്ന്. BSS ഇവിടെ നിലവിൽ വാലിഡ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. BVOC MLTനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് ആ കോഴ്സിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.